എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് പരിശോധിച്ചിട്ടില്ല എങ്കിൽ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയവും അതുപോലെ തന്നെ അഡ്മിഷൻ ഫീ പേയ്മെൻറ്റ്, അതായത് നിങ്ങൾക്കിപ്പോൾ ടോക്കൺ ഫീസ് അടച്ച ശേഷം പിന്നീട് അഡ്മിഷൻ നേടുന്ന സമയത്ത് കോളേജിൽ അടക്കേണ്ട പൈസയുണ്ട്. അപ്പോൾ ആ ഒരു പൈസ എത്രയാണ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ടോക്കൺ ഫീസ് റീഫണ്ട് കിട്ടുമോ, അതുപോലെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ചെക്ക് ചെയ്ത് നോക്കുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് ചോദിച്ചാൽ LBS സെൻറ്റർ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക്, അതായത് LBS സെൻറ്റർ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ lbscenter.in/nursing and paramedical 2025/index.aspx എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കാനുള്ള ഭാഗം ഉണ്ടാകും. അവിടെ കൃത്യമായിട്ട് അത് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ വെരിഫൈ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റ് ആണെങ്കിൽ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും കൊടുക്കാനുള്ള ഭാഗം ഉണ്ടാകും. അത് കൃത്യമായിട്ട് കൊടുത്ത ശേഷം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് അലോട്ടഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ടഡ് കോളേജസിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഏത് കോളേജിലാണ് ഏത് കോഴ്സിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു പേജിൽ തന്നെ, അതായത് നിങ്ങൾക്കിപ്പോൾ ആ ഒരു പ്രൊഫൈൽ പേജിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കാണിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ്ഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അത് പരിശോധിക്കാനായിട്ടുള്ള ലിങ്ക് ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ പേജിലേക്ക് പോകാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിൽ കിട്ടിയതെന്ന് കാണാൻ പറ്റും. നിലവിൽ നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ നഴ്സിംഗ് കോഴ്സിലായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജും കോഴ്സും കാണിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാലും ആ ഒരു സീറ്റ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റായിട്ട് വെയിറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ മാത്രമേ ഈ ഒരു ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ അവിടെ ഫീ പേയ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു എൻ്റെ എല്ലാവിധ ഓപ്ഷൻസും ഈ ഒരു ഫസ്റ്റ് അതുപോലെ തന്നെ സെക്കൻഡ് അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റുകളിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇനിയുള്ള സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പിന്നീട് പരിഗണിക്കപ്പെടില്ല. പിന്നീട് ഞാൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിലും അല്ല എങ്കിലും വിദ്യാർത്ഥികൾ അവിടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് അവിടെ സെക്യൂർ ചെയ്യുക. ഇങ്ങനെ സെക്യൂർ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡ് അലോട്ട്മെൻറ്റോ മറ്റു ഓപ്ഷനിലേക്ക് മാറ്റാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റിൽ തന്നെ തുടരാനായിട്ട് പറ്റുന്നതാണ്. അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ കിട്ടിയിട്ടുള്ള സീറ്റ് തന്നെ നിങ്ങൾക്ക് മതി, അതായത് ഈ ഒരു സീറ്റ് തന്നെ സാറ്റിസ്ഫൈഡ് ആണ്, ഇനി അടുത്ത കോളേജൊന്നും എനിക്ക് വേണ്ട എന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹയർ ഓപ്ഷൻസ് നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഇപ്പോൾ കിട്ടിയ ടോക്കൺ ഫീസ് അടച്ച ആ ഒരു സീറ്റ് അവിടെ നിലനിൽക്കുന്നത് ആയിരിക്കും. ഇനിയിപ്പോൾ ഹയർ ഓപ്ഷൻ നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല, അത് അതേപോലെ തന്നെ നിലനിർത്തുകയാണ് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പോൾ ഹയർ ഓപ്ഷൻ ഇതേപോലെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ അടക്കുന്ന ടോക്കൺ ഫീസ് ഈ ഒരു പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അതായത് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു കിട്ടിയിട്ടുള്ള, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിൻ്റെ, അതായത് ആ ഒരു ഓപ്ഷന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റ് തന്നെ മതി എന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് കൺഫേം ചെയ്യേണ്ടതും, അതിനുശേഷം അതായത് ടോക്കൺ ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഹയർ ഓപ്ഷൻസ് വേണ്ട എല്ലാ ഹയർ ഓപ്ഷൻസും റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും ആ ഒരു സീറ്റ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അതിപ്പോൾ എത്രാമത്തെ ഓപ്ഷൻ ആയിക്കോട്ടെ, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് 5ാമത്തെ ഓപ്ഷൻ വെച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് തന്നെ മതി
മതി എന്നുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഹയർ ഓപ്ഷൻ നിലനിർത്തുകയാണെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഹയർ ഓപ്ഷൻസ് ഇപ്പോൾ കിട്ടിയ കോഴ്സ്, അതായത് ഇപ്പോൾ കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫീ പേയ്മെൻ്റ് ആണ്. എങ്ങനെയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഫീ പേയ്മെൻറ്റ് അല്ലെങ്കിൽ മേക്ക് ഫീ പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു പച്ച ബട്ടണാണ്, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് മെത്തേഡ് ചോദിക്കും. പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് മോഡ് ഓഫ് പേയ്മെൻറ്റ് ആണ്. അപ്പോൾ ഏത് പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ചലാൻ വഴിയുള്ള ഫീ പേയ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ ഒരു ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത ശേഷം പ്രൊസീഡ് ബട്ടൺ ഉണ്ടാകും. അപ്പോൾ ആ ഒരു പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഏതെങ്കിലും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതും. അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വരുന്നതും ആയിരിക്കും. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾ ചലാൻ വഴിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ചലാൻ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതായത് ഇവിടെ ചലാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡിന് പകരം പ്രിൻറ്റ് ചലാൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചലാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. പ്രിൻ്റ് ഔട്ടിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരിക എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്കൊരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ബാങ്ക് വഴിയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വരിക. അപ്പോൾ നിങ്ങളിങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേജിൽ അവിടെ റെസിപ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ റെസിപ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ആ ഒരു പേജിൽ നിങ്ങൾ കൃത്യമായിട്ട് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ നിങ്ങൾ വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ കൃത്യമായിട്ട് തന്നെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾ നിലവിൽ ഓപ്ഷൻ കൊടുത്തിട്ടുള്ള കോളേജുകളിൽ ബാക്കിയുള്ള കോളേജുകൾ ഏതൊക്കെയാണ് അതിനനുസരിച്ച് അവിടെ ലിസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് മുഴുവൻ കോളേജ്, നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത എല്ലാവിധ കോളേജും അവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. അതിന് മുകളിൽ ഏകദേശം ഒരു 4 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ മുഴുവനായിട്ട് എനിക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ ഒരു ഏറ്റവും താഴെയായിട്ട് ഡിലീറ്റ് ഓൾ ഓപ്ഷൻ എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഇനി അതില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ഓപ്ഷൻ്റെ നമ്പറിലും കൃത്യമായി, അത് ഓപ്ഷൻ്റെ ബോക്സ് നമ്പറിലും കൃത്യമായിട്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു നമ്പേഴ്സിനൊക്കെ നിങ്ങൾ റിമൂവ് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിനും റിമൂവ് ചെയ്ത് കൊടുത്ത ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന് താഴെയുള്ള സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ലിസ്റ്റിൽ നിന്നും ഈ ഒരു കോളേജസൊക്കെ പോയതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ റിമൂവ് ചെയ്ത ശേഷം പിന്നീട് സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യണം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു കോളേജൊക്കെ അവിടെ നിന്ന് റിമൂവ് ആയി പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഈ ഒരു 5ാമത്തെ ഓപ്ഷൻ്റെ താഴെയുള്ള ബാക്കിയുള്ള മുകളിലുള്ള 5ാമത്തെ ഓപ്ഷന് മുകളിലുള്ള 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകൾ മാത്രമാണ് ഈ ഒരു ലിസ്റ്റിൽ, അതായത് കോളേജസ് കോഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ. അതായത് നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ഓപ്ഷൻ ഏതാണോ ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള ബാക്കി ഓപ്ഷനുകൾ മാത്രമേ ഈ ഒരു നിങ്ങൾ നൽകിയിട്ടുള്ള കോളേജ് കോഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത എല്ലാ കോളേജ് കോഴ്സുകളെയും നിങ്ങൾ റിമൂവ് ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടേണ്ടതില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻസ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാവുന്നതും അതിനുശേഷം നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതുമാണ്. സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ പറ്റും സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ലിസ്റ്റിൽ നിന്നും ആ ഒരു കോളേജുകൾ ഒഴിവായതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് തരത്തിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കുകയോ, ഓപ്ഷൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ഓപ്ഷൻ്റെ ബോക്സിൽ നിന്നും നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ട് സേവ് ചെയ്യുന്നതാണ് ഈ ഒരു ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ആ ഒരു രീതിയിൽ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്താൽ മതിയാകും. അതുപോലെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്ഷൻസ് റിമൂവ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ബോക്സിൽ നിന്നും കൃത്യമായിട്ട് ആ ഒരു നമ്പർ ഒഴിവാക്കിയിട്ട് സേവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ലിസ്റ്റിൽ നിന്നും ആ ഒരു കോളേജ് കോഴ്സുകൾ റിമൂവ് ആയി പോയതായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റിൽ നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത്, തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഫീസ് അടക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ ഉത്തരം കൂടി പറയാം. അതായത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് നഴ്സിംഗ് തന്നെയാണ് കിട്ടിയത്. ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, മറ്റൊരു കോളേജിൽ അഡ്മിഷൻ നേടാനായിട്ട് ആയിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും ഈ ഒരു ടോക്കൺ ഫീസ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു
കിട്ടിയിട്ടുള്ള സീറ്റ് അവിടെ ഡിലീറ്റ് ആയി പോകും. അതുപോലെ തന്നെ പുതുതായിട്ടല്ല ഇതിന് മുകളിലുള്ള ബാക്കിയുള്ള എല്ലാവിധ ഓപ്ഷൻസും അവിടെ റിമൂവ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്രമാത്രമാണ്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീട് വരുന്ന 2-3 അലോട്ട്മെൻറ്റൊന്നും നിങ്ങളെ പുറത്താക്കപ്പെടാനും സാധ്യതയുണ്ടാക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ടോക്കൺ ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഓരോ ഡീറ്റെയിൽസ് സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് ആണ് കിട്ടുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 23,170 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു ഫീസ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. കോളേജിൽ അഡ്മിഷൻ നേടുന്ന സമയത്ത് PTA ഫണ്ട്, PTA ഡൊണേഷൻ ഇതുപോലുള്ള ഫീസുകൾ എക്സ്ട്രാ വരുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ SC ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ, അതുപോലെ തന്നെ OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിഭാഗം ആണെങ്കിൽ, അത് നിങ്ങൾ ഫീ കൺസെഷനായിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമാണ് ആകെ ഫീസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ അഡ്മിഷൻ സമയത്ത് PTA ഫണ്ട് അതുപോലുള്ള കോമൺ ഫീസ് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ടുള്ളത് CPAS, അതുപോലെ തന്നെ സിമെറ്റ്, അതുപോലെ തന്നെ ക്യാപ്പ് എന്നിങ്ങനെയുള്ള കോളേജുകളിൽ SC ST അതുപോലെ തന്നെ OEC വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് കിട്ടുന്നതെങ്കിൽ 1000 രൂപ മാത്രമാണ് ഇപ്പോൾ ടോക്കൺ ഫീസായിട്ട് അടക്കേണ്ടതായിട്ടുള്ളൂ. എന്നാൽ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ ഇതിനോടൊപ്പം ഒരു 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് അടക്കണം. അത് നിങ്ങൾക്ക് പിന്നീട് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണമല്ല, ഈ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിലോ ക്യാപ്പ് കോളേജിലോ സാധാരണ ജനറൽ വിഭാഗം അല്ലെങ്കിൽ SCBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ 25,000 രൂപയാണ്. അത് CPASും സിമെറ്റും അതുപോലെ ക്യാപ്പ് ആണെങ്കിൽ കൂടി, അതുപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിലാണെങ്കിലും 25,000 രൂപയാണ് നിങ്ങൾ ഇപ്പോൾ ടോക്കൺ ഫീസായിട്ട് അടക്കേണ്ടത്. ഇതിൻ്റെ കൂടെ പിന്നീട് അഡ്മിഷൻ ടൈമിൽ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടത്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ നേടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഏകദേശം ഒരു 86,500 രൂപ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് SC ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ, അത് ക്യാപ്പല്ല, CPAS അല്ല, സിമെറ്റ് അല്ല, ബാക്കിയുള്ള സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ SC അതുപോലെ തന്നെ ST അതുപോലെ തന്നെ OEC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത്, അതായത് നിലവിൽ ടോക്കൺ ഫീസായിട്ട് 1000 രൂപ അടക്കേണ്ടതായിട്ടുണ്ടെങ്കിലും അഡ്മിഷൻ ടൈമിൽ ബാക്കിയുള്ള ഏകദേശം ഒരു 95,000 രൂപ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ കോളേജിൽ ഫീസായിട്ട് അടക്കേണ്ടതായിട്ട് വരും. ഇതിനോടൊപ്പം എക്സ്ട്രാ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിലും നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. ഇതിൻ്റെ കൂടെ PTA ഫണ്ട്, PTA ഡൊണേഷൻ അതുപോലുള്ള ചെറിയ ചെറിയ എക്സ്ട്രാ ഫീസും അതുപോലെ ബുക്ക്, യൂണിഫോം, ട്രാവൽ ഇതുപോലുള്ളതിനും എക്സ്ട്രാ ആയിട്ട് ഫീസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫീസ് നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചാൽ അത് റീഫണ്ട് കിട്ടുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റീഫണ്ട് കിട്ടും, എന്നാൽ റീഫണ്ട് കിട്ടാനായിട്ട് വളരെയധികം കാലതാമസം എടുക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ റീഫണ്ട് കിട്ടുക എന്ന് വെച്ചാൽ ഏകദേശം ഒരു 5-6 മാസമൊക്കെ റീഫണ്ട് കിട്ടാനായിട്ട് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.